ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു tastetripstips. ഞാൻ ഗ്രീഷ്മ. ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ കലക്കാച്ചിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കരിക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലെ കലക്കാച്ചി ഫിഷ് കറി. അവർ അതിൻ്റെ എപ്പിസോഡിൽ തന്നെ കുറേ ഇൻഗ്രീഡിയൻസ് എല്ലാം പറയുന്നുണ്ട്. പിന്നെ എൻ്റേതായ ഐഡിയയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു കിടിലൻ സംഭവമാണ് കേട്ടോ. നല്ല ചക്കപ്പുഴുക്കിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ്. പിന്നെ പൊറോട്ടയുടെ കൂടെ പറയേ വേണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഡാറ് കോമ്പിനേഷനാണ്. കലക്കാച്ചിയല്ല, കിടുക്കാച്ചിയാണ്. ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഞാൻ 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു 7 ചെറിയ ഉള്ളി, 2 കഷ്ണം ഇഞ്ചി, ഒരു 7 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. ഇത്രയാണ് ഞാൻ അരയ്ക്കുന്നതിനായിട്ട് എടുത്തേക്കുന്നത്. അവർ ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അമ്മിക്കല്ലിൽ നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അമ്മിക്കല്ല് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി എടുത്താലും മതി. പക്ഷേ അമ്മിക്കല്ലിൽ അരയ്ക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ ചതച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പതുക്കെ ഒന്ന് ചതച്ച ശേഷം വേണം എടുക്കാൻ. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചും ചെയ്യാവുന്നതേ ഉള്ളൂ. അല്പം ടേസ്റ്റ് കുറഞ്ഞിരിക്കും, അത്രയേ ഉള്ളൂ. അവസാനം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് ലാസ്റ്റ് അരയ്ക്കുക. എല്ലാം ഒന്ന് അരച്ച് ഒരു പേസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. അവസാനം ഉപ്പിൻ്റെ അളവ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിവിടെ 3 വേളാപ്പാര മീനാണ് എടുക്കുന്നത്. വേളാപ്പാര എന്നാണ് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അയലയോ വേറെ പാര മീനോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കരിമീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതെല്ലാം മസാല പുരട്ടി വെച്ച് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. അതിനുശേഷം ഞാൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ഈ മീൻ. നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും മറിച്ചും തിരിച്ചും ഇട്ട് ഫ്രൈ ചെയ്യണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കും. ഗ്രേവി തയ്യാറാക്കുന്നതിനായിട്ട് മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയും ചേർത്ത് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ. പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 4 കപ്പ് തേങ്ങാപ്പാലാണുള്ളത്. ഒരു ചെറിയൊരു തേങ്ങ മുഴുവൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിൽ 4 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഇത് 2ാം പാലും 1ാം പാലും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഗ്രേവി ഇങ്ങനെ വെക്കുമ്പോൾ കളറില്ലെങ്കിലും വിഷമിക്കേണ്ട, ചൂടാകുമ്പോൾ കളർ വന്നോളും. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. നേരത്തെ മീൻ ഫ്രൈ ചെയ്ത ഓയിൽ ഞാൻ എടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 3 സവാള കൊത്തി അരിഞ്ഞത് ചേർക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മീൻ ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ കുറച്ച് കരിയുണ്ട്, അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ മാങ്ങ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള പച്ചമാങ്ങ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മസാലയിലേക്കുള്ള ഉള്ളി ഏതാണ്ട് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ വഴണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടിയെല്ലാം ഒന്ന് വെന്ത് പച്ചമണം മാറുമ്പോൾ നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസുള്ള തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് ചേർക്കുക.
ഇത് 3 ഫിഷിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. കുറച്ചേറെ മസാല വേണമെന്നുള്ളവർക്ക് കുറച്ചേറെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. മാങ്ങയെല്ലാം വെന്തിട്ടുണ്ട്. ഒരു ഇൻഗ്രീഡിയൻസ് അവർ പറയുന്നത് ചേർത്തിട്ടില്ല. മുരിങ്ങയ്ക്ക സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. എനിക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു അടുപ്പിലേക്ക് തന്നെ മൺചട്ടിയിൽ ഒരു ഫിഷ് ഫ്രൈ വെച്ചിട്ടുണ്ട്. മസാല തയ്യാറാക്കിയത് സൈഡിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. മാങ്ങയും തേങ്ങാപ്പാലും മുരിങ്ങക്കയും കൂടെ ഇട്ടുള്ള ഗ്രേവിയാണ് അവർ കലക്കാച്ചിയിൽ പറയുന്നത്. പക്ഷെ നമുക്ക് മുരിങ്ങക്ക കിട്ടിയില്ല. കിട്ടുന്നവർ അതും കൂടെ ചേർത്ത ശേഷം ട്രൈ ചെയ്ത് നോക്കുക. ഇത് 1 മിനിറ്റ് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് തിള തുടങ്ങിയാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് മുകളിലേക്ക് ചുറ്റി കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ഐറ്റമാണ്. ഒരു മസാല ഒന്ന് ഉള്ളിലേക്കൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തത്. കിടിലൻ ഐറ്റം, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.